എല്ലാ വിദ്യാർത്ഥികൾക്കും പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം. ഈ വർഷത്തെ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്കുള്ള പ്രവേശനത്തിനായിട്ടുള്ള അപേക്ഷ ക്ഷണിച്ചു. വിദ്യാർത്ഥികൾക്ക് കേരള യൂണിവേഴ്സിറ്റി .ac.in എന്നുള്ള വെബ്സൈറ്റ് വിദ്യാർത്ഥികൾക്ക് ഒരു അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. നിലവിൽ അപേക്ഷ സമർപ്പിക്കേണ്ട അവസാന തീയതി നിലവിൽ പ്രഖ്യാപിച്ചിട്ടില്ല. അതിനാൽ തന്നെ വിദ്യാർത്ഥികൾക്ക് ഒരു അപേക്ഷ നിങ്ങൾക്ക് നിലവിൽ ഇപ്പോൾ മുതൽ ഈ ഒരു അപേക്ഷ സമർപ്പിക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിനായിട്ട് ചെയ്യേണ്ടത് ഈ ഒരു കേരള യൂണിവേഴ്സിറ്റി .ac.in എന്നുള്ള വെബ്സൈറ്റ് ഓപ്പൺ ചെയ്യുക. ഓപ്പൺ ചെയ്ത് കഴിഞ്ഞാൽ ഓൺലൈൻ അഡ്മിഷൻസ് എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. അതല്ലെങ്കിൽ സ്ക്രോൾ ചെയ്ത് പോകുന്നതിലും നിങ്ങൾക്ക് അഡ്മിഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാൻ പറ്റുന്നതാണ്. അപ്പോൾ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുന്നതിന് മുമ്പായിട്ട് നിങ്ങൾ ഈ ഒരു പ്രോസ്പെക്ടസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് മനസ്സിലാക്കുക. കാരണം എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് അഡ്മിഷന് വേണ്ടത് എന്നുള്ളത് കൃത്യമായിട്ട് മനസ്സിലാക്കണം. അപ്പോൾ അതിനുശേഷം FYUGP എന്ന് പറഞ്ഞുകൊണ്ടുള്ള ആ ഒരു ലിങ്ക് കാണാൻ പറ്റും. അവിടെ ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. FYUGP എന്നതുകൊണ്ട് ഉദ്ദേശിക്കുന്നത് 4 ഇയർ UG പ്രോഗ്രാം എന്നുള്ളതാണ്. അതായത് 4 വർഷമാണ് ഈ ഒരു ഡിഗ്രി കോഴ്സുകൾ 4 വർഷമാണ് ഈ ഒരു ഡിഗ്രി കോഴ്സിൻ്റെ കാലാവധി. അതായത് ഏകദേശം 8 സെമസ്റ്റേഴ്സ് ആണ് ഉണ്ടാവുക. അതായത് ഓരോ വർഷം 2 സെമസ്റ്റർ വീതം ഏകദേശം ടോട്ടൽ 8 സെമസ്റ്ററാണ് ഈ ഒരു FYUGP പ്രകാരം, അതായത് 4 ഇയർ UG പ്രോഗ്രാം പ്രകാരമുള്ള ഡിഗ്രി കോഴ്സുകളിൽ ഉണ്ടായിരിക്കുക. വിദ്യാർത്ഥികൾക്ക് ആവശ്യമെങ്കിൽ 3 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത ശേഷം 3 വർഷ ബിരുദ സർട്ടിഫിക്കറ്റ് കരസ്ഥമാക്കാവുന്നതാണ്. അതല്ലെങ്കിൽ വിദ്യാർത്ഥികൾക്ക് വേണമെങ്കിൽ 4 വർഷത്തെ കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് ഈ ഒരു ഡിഗ്രി ഹോണേഴ്സ് ഡിഗ്രി കരസ്ഥമാക്കാൻ സാധിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വെബ്സൈറ്റിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നതാണ്. ഇതിൻ്റെ പ്രോസ്പെക്ടസ് കൊടുത്തത് കാണാം. ഓൺലൈൻ അഡ്മിഷൻ 2025-26 ഫോർ FYUGP പ്രോസ്പെക്ടസ് ക്ലിക്ക് ഹിയർ എന്ന് പറഞ്ഞുകൊണ്ട് കൊടുത്തത് കാണാം. അപ്പോൾ ഇവിടെ നിങ്ങൾ ക്ലിക്ക് ചെയ്ത് ആദ്യം പ്രോസ്പെക്ടസ് കൃത്യമായിട്ട് ഡൗൺലോഡ് ചെയ്തെടുക്കുക. അപ്പോൾ അതിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് അഡ്മിഷനായിട്ട് എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് വേണ്ടത്, അതുപോലെ തന്നെ നിങ്ങൾക്ക് ബോണസ് പോയിന്റ് ലഭിക്കുന്ന ആ ഒരു കാര്യങ്ങൾ എന്തിനൊക്കെയാണ്, അതുപോലെ തന്നെ നിങ്ങൾക്ക് അപേക്ഷ സമർപ്പിക്കാനായിട്ട് വേണ്ട മറ്റ് റിസർവേഷൻ ഡോക്യുമെൻറ്റ്സും കാര്യങ്ങളൊക്കെ എന്തൊക്കെയാണ്, അതായത് നേറ്റിവിറ്റി സർട്ടിഫിക്കറ്റ്, കമ്മ്യൂണിറ്റി സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ മറ്റ് വിവിധ ക്ലബ്ബുകളുടെ സർട്ടിഫിക്കറ്റ്, അതുപോലെ തന്നെ NCC, SPC, അതുപോലെ തന്നെ സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇതുപോലെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള ആ ഒരു റിസർവേഷൻസും കാര്യങ്ങളൊക്കെ നിങ്ങൾക്കുണ്ടാവും. അപ്പോൾ നിങ്ങൾക്ക് ഏതൊക്കെ വിഭാഗങ്ങളിലാണ് റിസർവേഷൻസ് ഉള്ളത്, അതുപോലെ എന്തിനൊക്കെയാണ് ബോണസ് പോയിന്റ് ഉള്ളത്, ഇതുപോലുള്ള വിവിധ കാര്യങ്ങൾ എന്തൊക്കെയാണ് ആവശ്യമുള്ളത് എന്നിങ്ങനെയുള്ള കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ടതാണ്. അതുപോലെ തന്നെ ഏതൊക്കെ കോളേജുകൾ ഉണ്ട് എന്നുള്ള കാര്യം നിങ്ങൾ കൃത്യമായിട്ട് മനസ്സിലാക്കുക. അപ്പോൾ ഈ ഒരു പ്രോസ്പെക്ടസിൽ കൃത്യമായിട്ട് നിങ്ങൾക്ക് ഏതൊക്കെ കോഴ്സുകളാണ് ഉള്ളത്, അതുപോലെ തന്നെ ആ ഒരു കോഴ്സുകൾ ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്നിങ്ങനെയുള്ള ഡീറ്റെയിൽസ് ഒക്കെ കൃത്യമായിട്ട് വിദ്യാർത്ഥികൾക്ക് ഈ ഒരു പ്രോസ്പെക്ടസിൽ നിന്ന് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. അപ്പോൾ അതുപോലെ തന്നെ ഇതിൻ്റെ ആ ഒരു നോർമലൈസേഷനും, അതുപോലെ തന്നെ വൊക്കേഷണൽ ഹയർ സെക്കൻഡറി വിദ്യാർത്ഥികളുടെ ആ ഒരു റാങ്ക്, അതുപോലെ തന്നെ ഹയർ സെക്കൻഡറി CBSE, അതുപോലെ ICSE, ഇതുപോലെ വിവിധ വിഭാഗങ്ങളിലായിട്ടുള്ള ആ ഒരു റാങ്ക് ലിസ്റ്റ് എങ്ങനെയാണ് തയ്യാറാക്കുന്നത്, അതുപോലെ തന്നെ NCC, SPC, NSS, സ്കൗട്ട് ആൻഡ് ഗൈഡ്സ്, ഇതുപോലെ വിവിധ റിസർവേഷൻ വിഭാഗങ്ങൾക്ക്, അതായത് ആ ഒരു വെയിറ്റേജ് മാർക്ക് ലഭിക്കുന്ന വിഭാഗങ്ങളിൽ എത്ര മാർക്കാണ് കിട്ടുക, ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെ ജസ്റ്റ് നിങ്ങൾ കൃത്യമായിട്ടൊന്ന് വായിച്ച് നോക്കുക. അതുപോലെ തന്നെ എങ്ങനെയാണ് അപേക്ഷ സമർപ്പിക്കേണ്ടത് എന്നുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇതുവരെ അപേക്ഷ സമർപ്പിക്കാത്ത വിദ്യാർത്ഥികൾ കൃത്യമായിട്ട് തന്നെ ഈ ഒരു അപേക്ഷ സമർപ്പിക്കുക. അതുപോലെ തന്നെ എങ്ങനെ അപേക്ഷിക്കണം എന്നുള്ളതിൻ്റെ എല്ലാവിധ സ്റ്റെപ്പുകളും ഇതിൽ കൊടുത്തിട്ടുണ്ട്. അപ്പോൾ കേരള യൂണിവേഴ്സിറ്റി ഡിഗ്രി കോഴ്സുകളിലേക്ക് അപേക്ഷിക്കുന്നതിനായിട്ട് 900 രൂപയാണ് SC/BC ജനറൽ വിഭാഗം വിദ്യാർത്ഥികൾക്ക് ഉണ്ടാവുക. SC/ST വിഭാഗം ആണെങ്കിൽ 500 രൂപയാണ് ഫീസ് വരുന്നത്. അതുപോലെ തന്നെ അത് നിങ്ങൾക്ക് ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരം അടക്കാനായിട്ട് സാധിക്കുന്നതാണ്. അതുപോലെ തന്നെ ഈ ഒരു ഓൺലൈൻ പേയ്മെൻറ്റ് മുഖാന്തരമാണ് നിങ്ങൾക്ക് അടക്കാനായിട്ട് സാധിക്കുക. അതുപോലെ കാൻഡിഡേറ്റ് ഷാൽ നോട്ട് റെമിറ്റ് ദ ഫീ ഇൻ എനി അതർ ഫോം ലൈക്ക് ഡിമാൻഡ് ഡ്രാഫ്റ്റ്, അതുപോലെ ചെക്ക്, ചലാൻ എക്സെട്ര. അതായത് നിങ്ങൾക്ക് ഓൺലൈനായിട്ട് മാത്രമേ ഈ ഒരു ഫീ പേയ്മെൻറ്റ് ചെയ്യാനുള്ള ഒരു സൗകര്യം നിലവിൽ ഒരുക്കിയിട്ടുള്ളൂ. അപ്പോൾ അതുകൊണ്ട് തന്നെ ഓൺലൈനായിട്ട്, അത് നിങ്ങളിപ്പോൾ അക്ഷയ വഴിയാണ് അപേക്ഷിക്കുന്നതെങ്കിൽ അത് അവർ ഓൺലൈനായിട്ട് തന്നെ അതുവഴി അപേക്ഷ സമർപ്പിക്കുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾ ശ്രദ്ധിക്കേണ്ടത് നിങ്ങൾക്ക് ഏതൊക്കെ കോളേജുകളാണോ ആവശ്യമായിട്ടുള്ളത് അതൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ മനസ്സിലാക്കുക. അതുപോലെ തന്നെ നിങ്ങൾക്ക് കോളേജിൽ എത്ര രൂപ നിങ്ങൾ ഫീസ് അടക്കണം, ഇതുപോലുള്ള ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നിങ്ങൾ അഡ്മിഷൻ ടൈമിൽ എന്തൊക്കെ ഡോക്യുമെൻറ്റ്സ് ആണ് ഹാജരാക്കേണ്ടത് എന്നുള്ള എല്ലാവിധ ഡീറ്റെയിൽസും പ്രോസ്പെക്ടസിൽ കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ ഓരോ കോളേജിലും ഏതൊക്കെ കോഴ്സുകളുണ്ട്, അപ്പോൾ അതിൽ എത്ര വീതം സീറ്റുകളാണുള്ളത്, അത് ഗവൺമെൻറ് കോളേജാണോ എയ്ഡഡ് കോളേജുകളാണോ, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് കൊടുത്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾ ഇതൊക്കെ കൃത്യമായിട്ട് നോക്കുക, ഏതൊക്കെ കോളേജ് ഉണ്ട്, അതിൽ ഏതൊക്കെ കോഴ്സുകളാണുള്ളത്, നിങ്ങൾക്ക് താല്പര്യമുള്ള കോഴ്സ് ആ ഒരു കോളേജിലുണ്ടോ, ഇതുപോലുള്ള ഡീറ്റെയിൽസൊക്കെ കൃത്യമായിട്ട് നിങ്ങൾ പരിശോധിക്കുക.
അപ്പോൾ ഇതൊക്കെ പരിശോധിച്ച ശേഷം നിങ്ങൾ ചെയ്യേണ്ടത് ഇവിടെ ന്യൂ രജിസ്ട്രേഷൻ എന്ന് പറഞ്ഞുകൊണ്ട് കാണാം. അതുപോലെ തന്നെ അതുകൂടാതെ തന്നെ മുകളിലായിട്ട് ഒരു 3 ലൈൻസ് കാണാം. ജസ്റ്റ് നിങ്ങൾ അതിൽ ക്ലിക്ക് ചെയ്യുക. ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് ഇവിടെ പ്രോഗ്രാംസ് അതുപോലെ കോളേജസ് എന്നൊക്കെ പറഞ്ഞുകൊണ്ട് കൊടുത്തിട്ടുണ്ട്. പ്രോഗ്രാംസിൽ ക്ലിക്ക് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഓരോ കോളേജിൽ സെലക്ട് ചെയ്തിട്ടും അവിടുത്തെ ആ ഒരു കോഴ്സും കാര്യങ്ങളൊക്കെ കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാം. അതുപോലെ തന്നെ ഓരോ കോഴ്സും ജസ്റ്റ് ഒന്ന് ക്ലിക്ക് ചെയ്യുമ്പോൾ ആ ഒരു കോഴ്സ് ഏതൊക്കെ കോളേജിലാണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസ് കൃത്യമായിട്ട് മനസ്സിലാക്കാം. അപ്പോൾ നിങ്ങൾക്ക് കോഴ്സ് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട ഒരു കോഴ്സ് ഏതൊക്കെ കോളേജുകളിലാണ് ഉള്ളത് എന്ന് നിങ്ങൾക്ക് ഈ ഒരു രീതിയിൽ സിമ്പിളായിട്ട് തന്നെ മനസ്സിലാക്കാവുന്നതാണ്. അതുപോലെ കോളേജസ് സെലക്ട് ചെയ്തിട്ടും നിങ്ങൾക്ക് അതായത് കോളേജസിൽ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് കോളേജസിൻ്റെ പേജിലേക്ക് പോകുന്നതും അതുപോലെ ആ ഒരു കോളേജ് സെലക്ട് ചെയ്യുന്ന സമയത്ത് അവിടെ ഏതൊക്കെ അതായത് ഏതൊക്കെ കോഴ്സുകളാണ് ഏതൊക്കെ പ്രോഗ്രാംസ് ആണ് ഉള്ളത് എന്നുള്ള ഡീറ്റെയിൽസും കൃത്യമായിട്ട് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്നതാണ്. ഇനി അതിനുശേഷം വിദ്യാർത്ഥികൾ ചെയ്യേണ്ട പ്രധാനപ്പെട്ട കാര്യം ഇവിടെ നിങ്ങൾ ഇതുവരെ രജിസ്ട്രേഷൻ ചെയ്യാത്ത വിദ്യാർത്ഥികൾക്ക് ന്യൂ രജിസ്ട്രേഷൻ എന്നുള്ള ലിങ്കും അതുപോലെ തന്നെ ഓൾറെഡി അപേക്ഷ സമർപ്പിച്ച വിദ്യാർത്ഥികൾക്ക് ലോഗിൻ ചെയ്യാനായിട്ട് ആപ്ലിക്കേഷൻ നമ്പറും പാസ്വേഡും കൊടുക്കാനുള്ള ഭാഗവും കൊടുത്തിട്ടുണ്ട്. അപ്പോൾ ന്യൂ രജിസ്ട്രേഷൻ ക്ലിക്ക് ചെയ്യുന്ന സമയത്ത് നിങ്ങൾക്ക് രജിസ്ട്രേഷൻ ചെയ്യാനുള്ള പേജിലേക്ക് പോകുന്നതായിരിക്കും. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഇവിടെ ഈ ഒരു ഡീറ്റെയിൽസും കാര്യങ്ങളൊക്കെ നിങ്ങൾ കൃത്യമായിട്ട് കൊടുക്കുക. അതുപോലെ തന്നെ +2 ഇംപ്രൂവ്മെൻറ്റ് പരീക്ഷ എന്ന വിദ്യാർത്ഥികൾക്കും അപേക്ഷ സമർപ്പിക്കാവുന്നതാണ്. അപ്പോൾ കേരളത്തിൽ വിവിധ യൂണിവേഴ്സിറ്റികളുണ്ട്. അപ്പോൾ നിങ്ങളുടെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റികൾ ഏതാണോ അതായത് നിങ്ങളുടെ ഈ ഒരു നാട്ടിലുള്ള കോളേജുകൾ ഏതൊക്കെയാണോ അത് ഏത് യൂണിവേഴ്സിറ്റിയുമായിട്ടാണ് അത് നിങ്ങളുടെ തൊട്ടടുത്തുള്ള ഏതെങ്കിലും ഒരു യൂണിവേഴ്സിറ്റി ആയിട്ടായിരിക്കും അഫിലിയേറ്റ് ചെയ്തിട്ടുണ്ടാവുക. അപ്പോൾ അത് നിങ്ങൾ കൃത്യമായിട്ട് നോക്കിയിട്ട് നിങ്ങളുടെ തൊട്ടടുത്തുള്ള യൂണിവേഴ്സിറ്റികളൊക്കെ അപേക്ഷിക്കാവുന്നതാണ്. അതുപോലെ ഈ ഒരു കേരള യൂണിവേഴ്സിറ്റിയിലേക്കും നിങ്ങൾക്ക് വേണമെങ്കിൽ അപേക്ഷിക്കാം. എന്നാൽ നിങ്ങൾക്ക് ചിലപ്പോൾ ദൂരെയുള്ള കോളേജുകളായിരിക്കും നിങ്ങൾക്ക് ഉണ്ടാവുക. അതായത് എല്ലാവർക്കും ചിലപ്പോൾ അടുത്തടുത്തുള്ള കോളേജുകൾ തന്നെ ആയിരിക്കണമെന്നില്ല. അപ്പോൾ അങ്ങനെയെങ്കിൽ നിങ്ങൾ ഹോസ്റ്റൽ സൗകര്യമൊക്കെ അലോട്ട്മെൻറ്റ് കിട്ടി അഡ്മിഷൻ നേടാൻ ഹോസ്റ്റൽ സൗകര്യം ഉപയോഗിക്കേണ്ടതായിട്ട് വരുന്നതാണ്. അപ്പോൾ വിദ്യാർത്ഥികൾ ഈ ഒരു അപേക്ഷ നൽകാനായിട്ട് അതായത് ഈ ഒരു പെട്ടെന്ന് തന്നെ അപേക്ഷ സമർപ്പിക്കാനായിട്ട് ശ്രദ്ധിക്കുക. അതുപോലെ തന്നെ പ്രത്യേകിച്ച് തിരക്ക് കൂട്ടേണ്ട ആവശ്യമൊന്നുമില്ല. ജസ്റ്റ് ഇതിൻ്റെ അതായത് ഈ ഒരു അപേക്ഷ സമർപ്പിക്കേണ്ട ലാസ്റ്റ് ഡേറ്റ് നിലവിൽ പറഞ്ഞിട്ടില്ല. അതുകൊണ്ട് തന്നെ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു അപേക്ഷ നിങ്ങൾക്ക് നിങ്ങളുടെ സൗകര്യത്തിനനുസരിച്ച് നിങ്ങൾക്ക് അതായത് ഏകദേശം അതായത് ഈ ഒരു ജൂൺ മാസത്തിനുള്ളിലായിട്ട് തന്നെ നിങ്ങൾ ഈ ഒരു ജൂൺ മാസമല്ല ഈ ഒരു മെയ് മാസത്തിനുള്ളിലായിട്ട് തന്നെ നിങ്ങൾ നൽകാനായിട്ട് ശ്രദ്ധിക്കുക. അപ്പോൾ വിദ്യാർത്ഥികൾക്ക് ഈ ഒരു വീഡിയോ ഉപകാരപ്രദമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. താങ്ക് യു ഫോർ വാച്ചിങ്.